കർഷീഫ് കൊണ്ടൊക്കെ അതൊക്കെ തുടച്ചു കളഞ്ഞ് മൊത്തം സീൻ അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി പോയതെന്നൊക്കെ പറഞ്ഞു. അന്നേരമാണ് അവരൊക്കെ അറിയുന്നത് തന്നെ ഇത് ഇത്രയും മൂർച്ഛിച്ച ഒരു അവസ്ഥയിലായിരുന്നു പോയത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലുള്ള ഈ യുവതലമുറയിലുള്ള കലാകാരന്മാർക്ക് അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ അത് ഫോളോ ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് സമയം ഈ ഒരു പ്രൊഡ്യൂസറിന്റെ പൈസയ്ക്ക് എത്ര വാല്യൂ ഉണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ ഇതുപോലുള്ള കഥകളിലും ഇതുപോലുള്ള മഹാനടന്മാർ നമുക്ക് മുന്നിൽ നയിച്ചു തന്ന ഒരു പാതയിലൂടെ നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ആദ്യമായിട്ട് അദ്ദേഹം ഒരു സ്കൂൾ മാഷായിരുന്നു. അതിനുശേഷം പല പല വ്യത്യസ്തമായ മേഖലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് അവസാനം അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിൽ സിനിമയിൽ എത്തിപ്പെടുന്നു. വെറും 19 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 157 ചിത്രങ്ങൾ, അതിൽ 153 മലയാളം പടങ്ങളും 4ഓളം തമിഴ് ചിത്രങ്ങളും. ഇന്നും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ അദ്ദേഹത്തെ ഒരു വിഷയമാക്കി പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ വളർന്നു വരുന്ന അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സബ്ജക്റ്റായിട്ട് സത്യമാഷിന്റെ പടങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ 53ാം ജന്മവാർഷികത്തിന് എന്നെ പോലെ ഒരു എളിയ കലാകാരനെ വിളിച്ചതിന് ഞാൻ ആദ്യമായിട്ട് സത്യം